തൃശൂരിൽ KSRTC ബസ് വഴിയരികിൽ നിർത്തി ഡ്രൈവർ ജീവനൊടുക്കി. പാലക്കാട് നെന്മാറ സ്വദേശി ബാബുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമായിരുന്നു സംഭവം. സൂരജ് സജി വിവരങ്ങളുമായുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ സംഭവം എപ്പോഴാണ് നടന്നത്? ഞെട്ടിക്കുന്നതാണല്ലോ. എന്താണ് പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എന്തായാലും തൃശ്ശൂരിൽ അരങ്ങേറിയിരിക്കുന്നത്. ഈ ശനിയാഴ്ച വൈകുന്നേരം ഈ ബസ് ഈ പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയ ശേഷമാണ് പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശിയായിട്ടുള്ള ഈ ബാബു ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് ഈ ബാബുവിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. കണ്ടക്ടർ ഇടപെട്ട് ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ മറ്റ് KSRTC ബസ്സുകളിലടക്കം കയറ്റി വിടുകയും ചെയ്തു. പിന്നീട് ഈ ബസ് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു. പുതുക്കാടാണ് തൊട്ടടുത്ത ഡിപ്പോ വരുന്നത്. ആ ഡിപ്പോയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് പോലീസിന് KSRTC അധികൃതരും കുടുംബവും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു പരിശോധന നടത്തുന്നു. ആ പരിശോധനയിൽ ഈ ബാബുവിന്റെ ടവർ ലൊക്കേഷൻ ഈ ടോൾ പ്ലാസയോട് ചേർന്ന ഈ മണലിപ്പുഴയുടെ തീരത്ത് കണ്ടെത്തുകയായിരുന്നു. ഈ ടോൾ പ്ലാസയോട് ചേർന്ന് തന്നെ മണലി പാലമുണ്ട്. ആ പാലത്തിന് സമീപം ഈ ലൊക്കേഷൻ കണ്ടെത്തുന്നു. അങ്ങനെ പോലീസ് ഇന്ന് നടത്തിയ തിരച്ചിലാണ് ഈ പാലത്തിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹം അടക്കം ഇവിടെ നിന്ന് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. പുതുക്കാട് പോലീസ് അടക്കം സ്ഥലത്തെത്തി ഈ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് പെട്ടെന്നുള്ള ഈ ഒരു ആത്മഹത്യയിലേക്ക്, ഈ തൂങ്ങി മരിച്ച നിലയിലേക്ക് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. എന്ത് പ്രകോപനത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു ആത്മഹത്യ നടത്തിയത് എന്ന സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.